ഗുഡ് മോർണിംഗ്. MSc കെമിസ്ട്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള MSc കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഇയറിലുള്ള ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെൻറ്റിലെ ഒരു എക്സ്പെരിമെൻ്റാണ് പാർട്ടീഷൻ എക്സ്പെരിമെൻറ്റ്. അതിൽ 3 എക്സ്പെരിമെൻറ്റുകളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, നേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ്റ് കണ്ടെത്തുക. രണ്ടാമത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ റിയാക്ഷൻ KI + I2 gives KI3. പിന്നെ മൂന്നാമത്തത് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് KI എത്രയെന്നുള്ളത് കണ്ടെത്തുക. അങ്ങനെ 3 എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് അതിൽ വരുന്നത്. അതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് എക്സ്പെരിമെൻറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, ഒന്ന് കേൾക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ടോക്ക്. അതിൽ ഫസ്റ്റ് വൺ, നേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ. എന്താണ് നേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ? When a solute is added to a system consisting of 2 immiscible solvents, it will distribute itself between the solvents in a constant ratio at equilibrium, provided that the solute is not involved in any chemical reaction, association or dissociation. ഒരു 2 ഇമ്മിസിബിൾ സോൾവെൻറ്റിലേക്ക് നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുക. സൊല്യൂട്ടിൻ്റെ പ്രത്യേകത, നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് ഈ സോൾവെൻറ്റുമായിട്ട് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവരുത്. എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോൾവെൻസ് രണ്ടും അവിടെ എന്താവും, ഈ സൊല്യൂട്ട് ഈ 2 സോൾവെൻറ്റിലും ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് നേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ പറയുന്നത്. മാത്തമാറ്റിക്കലി തന്നെ നമ്മൾ നേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് KD = C1/C2 എന്ന് പറയും. C1 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സോൾവെൻറ്റ് 1 / C2 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സോൾവെൻറ്റ് 2. ഈ നേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ നമ്മൾ 3 അസംഷൻസ് ആണ് പറയുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൊല്യൂട്ട് കെമിക്കലി റിയാക്ട് ചെയ്യരുത്, ആരായിട്ട്, സോൾവെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയോ അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും ഉണ്ടാവരുത്. പിന്നെ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. മൂന്നാമത് പറയുന്നത് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി ഇക്വിലിബ്രിയം ഡിസ്ട്രിബ്യൂഷൻ, സൊല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ബിറ്റ്വീൻ 2 സോൾവെൻറ്റ്സ് അണ്ടിൽ ദ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഫ്രം 1 സോൾവെൻറ്റ് ടു ദ അതർ ഈക്വൽ ദ റിവേഴ്സ് റേറ്റ്. പിന്നെ കോൺസ്റ്റൻറ്റ് റേഷ്യോ നമ്മൾ പറഞ്ഞു, നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉണ്ടായാലും ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് ഈ 2 സോൾവെൻറ്റിലും ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി അഫക്റ്റ് സൊല്യൂബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ദസ് ദ പാർട്ടീഷൻ ബിഹേവിയറിന് കൂടെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തത് നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ് പൊളാരിറ്റി, സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ, നമ്മൾ പറഞ്ഞു സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് ഉണ്ടായാലും ഈ സൊല്യൂട്ട് 2 ഇമ്മിസിബിൾ ആയിട്ടുള്ള സോൾവെൻറ്റിൽ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വെരി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ആണെങ്കിൽ ഡീവിയേഷൻ ഉണ്ടാവാറുണ്ട് എന്നാണ് അടുത്തത് പറയുന്നത്. ഇനി നമുക്ക് നമ്മളെ എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ KI + I2 gives KI3. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ടു ഡിറ്റർമിൻ ദ പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തിയ പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത് KI + I2 gives KI3 എന്ന് പറഞ്ഞ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടെത്തുന്നത്. അപ്പം പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് കണ്ടെത്താൻ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ, അയഡിൻ 2 ഇമ്മിസിബിൾ സോൾവെൻറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം അതൊരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ കോൺസ്റ്റൻറ്റ് റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ എയിമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളെ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ നിങ്ങളത് ചെയ്യുന്നുണ്ടാവില്ല. അത് പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ എടുത്തിട്ട് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് മുതലാണ് നമ്മൾ ലാബ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് അയഡിൻ ഇൻ അക്വസ് ആൻഡ് ഓർഗാനിക് മീഡിയം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അക്വസ് മീഡിയം എന്ന് പറയുന്നത് അക്വസ് പൊട്ടാസ്യം അയഡൈഡ് ആണ്. അപ്പോൾ പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് കാണണമെങ്കിൽ നമ്മൾ അക്വസ് എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറും കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്ന ഓർഗാനിക് മീഡിയമാണ് എടുക്കേണ്ടത്. പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് കാണാൻ നമ്മൾ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് അയഡിൻ ബിറ്റ്വീൻ അക്വസ് മീഡിയം ആൻഡ്
അക്വസ് മീഡിയം ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ്. അക്വസ് KI ഇവിടെ വേണ്ട കേട്ടോ. പാർട്ടീഷൻ കോയിഫിഷ്യൻ്റ് നമുക്ക് കാണേണ്ടത് എടുത്തതാണ്. വാട്ടറിലും ഓർഗാനിക് മീഡിയം ആയിട്ടുള്ള കാർബൺ ടെട്രാക്ലോറൈഡിലും അയഡിൻ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യാതിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ അയഡിൻ്റെ അക്വസ് മീഡിയത്തിലുള്ള സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് KDയുടെ വാല്യൂ ഏകദേശം 82 ഒക്കെയാണ് കിട്ടുക. 82, 84 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വാട്ടർ മീഡിയത്തിനെ കമ്പയർ ചെയ്യുമ്പം 82 ടൈംസ് കൂടുതൽ എവിടെ ഉണ്ട്? ഓർഗാനിക് മീഡിയത്തിൽ അയഡിൻ ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പോൾ അത്രയും കുറഞ്ഞ സൊല്യൂബിലിറ്റിയേ ഉള്ളൂ അയഡിന് അക്വസ് മീഡിയത്തിൽ. അതുകൊണ്ട് തന്നെ അക്വസ് മീഡിയത്തിൽ വളരെ കുറവ് അയഡിനെ ഉണ്ടാവുള്ളൂ. അതിനെ നമുക്ക് വോളിമെട്രിക്കലി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അയഡിനെ നമ്മൾ വോളിമെട്രിക്കലി വോളിമെട്രി വെച്ചിട്ടാണ് ടൈട്രേറ്റ് ചെയ്തിട്ട് കണ്ടെത്തുക. സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ വെച്ച് ടൈട്രേറ്റ് ചെയ്തിട്ട് സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അതൊക്കെ ചെറിയ ക്ലാസ്സിൽ ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചതാണ് കണ്ടെത്തുക. അപ്പോൾ ഈ വെരി ലിറ്റിൽ സൊല്യൂബിലിറ്റി ആകുമ്പോൾ എന്താ വെച്ചാൽ ഇതിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ വെരി ഡയല്യൂട്ട് വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനിലുള്ള ഒരു 0.02 കോൺസെൻട്രേഷനൊക്കെ ഉള്ള സോഡിയം തയോസൾഫേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും ചെറിയ കോൺസെൻട്രേഷനിൽ ടൈട്രേഷൻ ചെയ്ത് അതിൻ്റെ അത്രയും ചെറിയ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽറ്റി കാരണമാണ് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാതിരിക്കുന്നത്. ഇനി നമ്മൾ എന്നിട്ട് ഈ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് ശരിക്കും KD കിട്ടും. ആ KD യൂസ് ചെയ്തിട്ടാണ് ഈ ഇതാണ് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്, ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ, ചിലവർ ചെയ്ത് നോക്കുന്നുണ്ടാവില്ല. അത് എന്താ നിങ്ങളെ ഇഷ്ടം പോലെ. ഇനി നമ്മളെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ എന്താണ് ആ കിട്ടിയ KD യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ KI + I2 gives KI3 എന്ന് പറഞ്ഞ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടെത്തുന്നത്. അപ്പം ഇനി നമ്മളെ സിസ്റ്റത്തിലേക്ക് വരിക. നമ്മളെ അയഡിൻ നമ്മളെടുക്കുന്ന സിസ്റ്റത്തിൽ എന്താണ്? അയഡിനാണ് സൊല്യൂട്ട്, പിന്നെ അക്വസ് KI ആണ് അക്വസ് മീഡിയം, CCl4 ആണ് ഓർഗാനിക് മീഡിയം. ഓക്കെ, അപ്പം അയഡിൻ ഇൻ CCl4 അയഡിൻ്റെ സോളിഡ് ക്രിസ്റ്റൽസ് ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിട്ട് അതിലേക്ക് CCl4 ഒഴിച്ച് നല്ലോണം ഷെയ്ക്ക് ചെയ്ത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഓർഗാനിക് മീഡിയത്തിലുള്ള അയഡിൻ ഇൻ CCl4 ആണ് നമ്മൾ ആദ്യം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ KI ആഡ് ചെയ്യുകയാണ്, KI സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ CCl4ലുള്ള അയഡിൻ KI സൊല്യൂഷൻ അക്വസ് KIയിലേക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താണ് അക്വസ് മീഡിയത്തിലേക്ക് വരുന്ന അയഡിൻ, നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ മീഡിയത്തിൽ അയഡിൻ്റെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ നമ്മൾ അക്വസ് മീഡിയം അക്വസ് KI ആണെങ്കിൽ അയഡിന് KIയുമായിട്ട് റിയാക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അയഡിൻ KIയുമായിട്ട് റിയാക്ട് ചെയ്ത് I3 മൈനസ് അയോൺ ഫോം ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ വാട്ടർ മീഡിയത്തിലേക്ക് വരുന്ന അയഡിൻ്റെ എമൗണ്ട് കൂടും. അയഡിൻ്റെ സൊല്യൂബിലിറ്റി ഇൻ അക്വസ് മീഡിയം ഇൻക്രീസ് ചെയ്യും. പക്ഷേ അക്വസ് മീഡിയത്തിലുള്ള അയഡിൻ മോളിക്കുലാർ അയഡിൻ്റെ എമൗണ്ട് കുറവ് തന്നെയായിരിക്കും. സൊല്യൂബിലിറ്റി ഇൻ അക്വസ് മീഡിയം ക്യാൻ ഇൻക്രീസ് ബൈ ദിസ് റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പം അക്വസ് മീഡിയത്തിലേക്ക് വരുന്ന അയഡിൻ മോളിക്കുലാർ അയഡിനായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, KI3 ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഓർഗാനിക് ഫേസിലോ CCl4ലേക്ക് വരുന്ന അയഡിൻ അത് മോളിക്കുലാർ അയഡിൻ ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യം നമ്മൾ അയഡിൻ ഇൻ CCl4 ആണ് എടുക്കുന്നത്. ആ അയഡിൻ ഇൻ CCl4ലേക്ക് അക്വസ് KI ഒഴിച്ച് കഴിഞ്ഞാൽ ഈ CCl4ലുള്ള അയഡിൻ KIയിലേക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അക്വസ് KIയിലേക്ക്. അക്വസ് KIയിൽ KIയുമായിട്ട് അയഡിൻ റിയാക്ട് ചെയ്തിട്ട് KI3 ആയിട്ട് നിൽക്കും. ബാക്കി കുറച്ച് അയഡിന് മോളിക്കുലാർ അയഡിനായിട്ടും നിൽക്കും. ഇനി ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ KD എന്ന് പറയുന്നത് C ഓർഗാനിക് ബൈ C അക്വസ് ആണ്. അതിൽ ഓർഗാനിക് ലെയറിലുള്ള അയഡിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ അക്വസ് മീഡിയത്തിലുള്ള അയഡിൻ്റെ കോൺസെൻട്രേഷൻ, അതാണ് KD. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് നമുക്കിത് കിട്ടുക. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇനി അല്ലെങ്കിൽ നമ്മൾ 82 അല്ലെങ്കിൽ 84 ഒക്കെയാണ് അയഡിൻ്റെ
ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻ്റ് ഇൻ അക്വസ് ആൻഡ് ഓർഗാനിക് മീഡിയം CCl4 ഓർഗാനിക് മീഡിയം അക്വസ് വാട്ടർ കൊടുക്കുമ്പോൾ. ഇനി ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് സോൾവെൻറ്റ് പൊളാരിറ്റി, പിന്നെ കോംപ്ലക്സ് ഫോമേഷൻ നടക്കുന്നുണ്ട്. സോൾവെൻറ്റ് പൊളാരിറ്റി അയഡിൻ CCl4ലാണ് മോസ്റ്റ് സൊല്യൂബിൾ, കാരണം ബോത്ത് ആർ നോൺ പോളാർ അറിയാലോ. പിന്നെ അക്വസ് ഫേസിൽ അയഡിൻ്റെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്, പക്ഷേ ഇറ്റ് ഈസ് എൻഹാൻസ്ഡ് ബൈ ഫോമിങ് Ki3 കോംപ്ലക്സ്. പിന്നെ കോംപ്ലക്സ് ഫോമേഷൻ റിയാക്ഷനാണിത്, Ki+I2 ഗിവ്സ് Ki3. ഇനി ഈ റിയാക്ഷൻ എന്താണ്, നമ്മളെ അക്വസ് മീഡിയത്തിലുള്ള ഫ്രീ അയഡിൻ, അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ അയഡിൻ്റെ കോൺസെൻട്രേഷനെ, പാർട്ടീഷനിങ്ങിന് കിട്ടുന്ന ഫ്രീ അയഡിൻ്റെ കോൺസെൻട്രേഷനെ എഫക്റ്റ് ചെയ്യും. ഇനി എന്താണ്, നമ്മൾ എക്സ്പെരിമെൻ്റൽ പാർട്ടിലേക്ക് വരികയാണ്. എക്സ്പെരിമെൻ്റൽ പാർട്ടിലേക്ക് വരുമ്പം എന്തെല്ലാമാണ് നമുക്കിതിന് വേണ്ട റിക്വയർമെൻറ്റ്സ്? അയഡിൻ ഇൻ CCl4 വേണം, Ki സൊല്യൂഷൻ വേണം, പിന്നെ ഈ അയഡിൻ്റെ മോളിക്കുലാർ അയഡിൻ്റെ എമൗണ്ട് എത്ര ഉണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഡിയം തയോസൾഫേറ്റ് വെച്ചിട്ടാണ് ടൈട്രേറ്റ് ചെയ്യുക. അപ്പോൾ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ വേണം. ആ ടൈട്രേഷനിൽ നമുക്ക് സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ വേണം. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെൻ്റൽ പാർട്ടിലേക്ക് വരുമ്പം നമുക്ക് 2 പാർട്ടാണ് ഇതിലുള്ളത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു Ki+I2 ഗിവ്സ് Ki3 എന്ന് പറഞ്ഞ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടെത്തുക. രണ്ടാമത്തെ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്, അൺനോൺ Kiയുടെ കോൺസെൻട്രേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അൺനോൺ Kiയുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് ബോട്ടിൽ 3 സ്റ്റോപ്പേർഡ് ബോട്ടിൽസ് വേണം, ഡ്രൈ ആയിട്ടുള്ള സ്റ്റോപ്പേർഡ് ബോട്ടിൽസ്. അതിലേക്കാണ് നമ്മൾ ഈ സൊല്യൂഷൻസ് ആഡ് ചെയ്യുന്നത്. അപ്പം ബോട്ടിൽ നമ്പർ 1ലേക്ക് 10 ml അയഡിൻ ഇൻ CCl4ഉം 15 ml 0.1 നോർമൽ Kiയും. അപ്പോൾ അയഡിൻ ഇൻ CCl4 ഞാൻ പറഞ്ഞു, നമ്മൾ അയഡിൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അയഡിൻ ഇൻ CCl4 ഉണ്ടാക്കി വെക്കണം. അയഡിൻ്റെ സോളിഡ് ക്രിസ്റ്റൽ എടുത്തിട്ട് അതിക്ക് CCl4 ആഡ് ചെയ്ത് നല്ലോണം ഷേക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ താഴെ അയഡിൻ സോളിഡ് ഉണ്ടാവണം, മേലെ അതിൻ്റെ CCl4 സൊല്യൂഷൻ ഉണ്ടാവും. അതാണ് നമ്മളെ അയഡിൻ ഇൻ CCl4 ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട Ki സൊല്യൂഷനാണ്. Ki സൊല്യൂഷൻ നമ്മൾ ആദ്യം ഒരു സ്റ്റോക്ക് Ki ഉണ്ടാക്കണം. 1 നോർമൽ Ki. 1 നോർമൽ Ki എങ്ങനെ ഉണ്ടാക്കും? Kiയുടെ ഇക്വലൻ്റ് വെയിറ്റ് 166 ആണ്. അപ്പോൾ 16.6 ഗ്രാം ഇൻ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ എടുത്താൽ നമുക്ക് 1 നോർമൽ Ki ആയി. ഇതാണ് നമ്മളെ സ്റ്റോക്ക് സൊല്യൂഷൻ. ഈ സ്റ്റോക്ക് സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കും, 2 എക്സാമിനർ നിങ്ങൾക്കൊരു അൺനോൺ Kiയും തരും. 2 എക്സ്പെരിമെൻറ്റിനുള്ള പാത്ത് ഒന്നിച്ചാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ നമ്മൾ 10 ml അയഡിൻ ഇൻ CCl4 ഒഴിക്കും, 15 ml 0.1 നോർമൽ Ki ആണ് ഒഴിക്കുന്നത്. 15 ml 0.1 നോർമൽ Ki എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയ സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ 1 നോർമൽ Ki, അതിൽ നിന്ന് നിങ്ങളൊരു 10 ml Ki എടുത്ത് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മേക്കപ്പ് ചെയ്യുക. അതാണ് നമ്മളെ 0.1 നോർമൽ Ki എന്ന് പറയുന്നത്. ഇനി ബോട്ടിൽ നമ്പർ 2ലേക്ക് എന്ത് ചെയ്യും? 8 ml അയഡിൻ ഇൻ CCl4ഉം 2 ml പ്യുവർ CCl4ഉം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡ് 0.1 നോർമൽ Kiയിൽ നിന്ന് 15 ml ആഡ് ചെയ്യുക. ഇത് എന്തിനാ, രണ്ടാമത്തെ ബോട്ടിൽ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നാമത്തെ ബോട്ടിലിൽ നമ്മൾ 10 ml അയഡിൻ ഇൻ CCl4 എടുത്തു. രണ്ടാമത്തെ ബോട്ടിലിൽ 8 ml അയഡിൻ ഇൻ CCl4ഉം 2 ml പ്യുവർ CCl4ഉം. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അയോഡിൻ്റെ കോൺസെൻട്രേഷനിൽ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻറ്റ് മാറില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് പ്രൂവ് ചെയ്യുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ നമ്പർ 2ൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് രണ്ടൊന്നും നമുക്ക് പിന്നെ അയഡിൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ബോട്ടിലുകൾ നമ്മൾ അൺനോൺ Kiയുടെ കോൺസെൻട്രേഷൻ എത്രയെന്ന് കണ്ടെത്താനുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ബോട്ടിലേക്ക് നമ്മൾ 10 ml അയഡിൻ ഇൻ CCl4ഉം 15 ml അൺനോൺ Kiയും. ഈ സ്റ്റോക്കിൽ നിന്ന് എക്സാമിനർ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ വോളിയം എടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഒഴിച്ച് മേക്കപ്പ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ ഒരു 12 ml ഞാൻ തരികയെന്ന് വിചാരിച്ചോളൂ. 12 ml സൊല്യൂഷൻ 1 നോർമൽ Kiയിൽ നിന്നെടുത്ത് ഞാൻ 100 ml മേക്കപ്പ് ചെയ്തിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്ന അൺനോൺ Kiയുടെ കോൺസെൻട്രേഷൻ എക്സാമിനർക്ക് അറിയാം, അത് 0.12 ആണ്, പക്ഷേ നിങ്ങൾക്കത് അറിയില്ല. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത 2 ബോട്ടിലുകളുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പം ബോട്ടിൽ നമ്പർ 3ലും ബോട്ടിൽ നമ്പർ 4ലും ഒരേ സൊല്യൂഷനാണ് ഒഴിക്കുന്നത്, പക്ഷേ ഉദ്ദേശം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതാണ് രണ്ടും ഒരേപോലെ സൊല്യൂഷൻ ഒഴിച്ചിട്ട് 3ഉം 4ഉം ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ എന്താണ്, ബോട്ടിൽ 1 to 4 ആയി. ഇനി ഈ ബോട്ടിലുകൾ നമ്മൾ 1 മണിക്കൂർ ഷെയ്ക്ക് ചെയ്യുക. 1 മണിക്കൂർ ഷെയ്ക്ക് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും വെച്ച് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓരോ ലെയറുകളിലും എന്ന് പറഞ്ഞാൽ അക്വസ് ലെയറിലും ഓർഗാനിക് ലെയറിലുമുള്ള അയഡിൻ എത്രയാണെന്നുള്ളത് ടൈട്രിമെട്രിക്കലി ഡിറ്റർമിൻ ചെയ്യാണ്. അപ്പം 4 ബോട്ടിലുകളും ഒന്നിച്ച് ഷെയ്ക്ക് ചെയ്തു, കുറച്ച് നേരം റെസ്റ്റിനൊക്കെ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മളിതിനെ ഈ ബോട്ടിൽ നമ്പർ 1 എടുക്കുക ആദ്യം. ആ ബോട്ടിൽ നമ്പർ 1നെ നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്യൂററ്റിലേക്ക് ഒഴിക്കുക. ബ്യൂററ്റിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അക്വസ് ലെയറും ഓർഗാനിക് ലെയറും 2 ലെയറായിട്ട് നിൽക്കും. താഴെ ഓർഗാനിക് ലെയർ ഉണ്ടാവും, മേലെ അക്വസ് ലെയർ ഉണ്ടാവും. ഇനി ഈ ഓർഗാനിക് ലെയറിൽ നിന്ന് 2 ml സൊല്യൂഷൻ എടുക്കുക. ആ 2 ml സൊല്യൂഷൻ സോഡിയം തയോസൾഫേറ്റിനോട് സ്റ്റാർച്ച് ഇൻഡിക്കേറ്ററും യൂസ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്ത് ആ 2 ml ഓർഗാനിക് ലെയറിൽ എത്ര മോളിക്കുലാർ അയഡിൻ ഉണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ml ആണ് ഓർഗാനിക് ലെയർ എടുക്കുന്നത്. അതിലേക്ക് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ടൈട്രേറ്റ് ചെയ്യുന്ന മെത്തേഡൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഓൾറെഡി. ടൈട്രേറ്റ് ചെയ്യുമ്പോൾ 5% KI സൊല്യൂഷൻ 15 ml ഒക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. സ്റ്റാർച്ച് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. കളർ ചേഞ്ചൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് ഓർഗാനിക് ലെയറിലുള്ള അയഡിൻ്റെ എമൗണ്ട് എത്രയെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്തു. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൺകോർഡൻറ്റ് വാല്യൂ കിട്ടുന്നത് വരെ ചെയ്യണം എന്നർത്ഥം. ഇനി അത് കൺകോർഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലുള്ള ബാക്കി ഓർഗാനിക് ലെയർ ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ ആ ബോട്ടിൽ നമ്പർ 1 ഇപ്പോൾ കാലിയായിട്ട് കിടക്കുകയാണല്ലോ, അതിലുള്ള സൊല്യൂഷൻ മുഴുവൻ നമ്മൾ ബ്യൂററ്റിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഡീക്യാൻറ്റ് ചെയ്യുക. ബാക്കി ഓർഗാനിക് ലെയറും പിന്നെ ഓർഗാനിക് ലെയറും അക്വസ് ലെയറും തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ഉണ്ടാവുമല്ലോ, ആ ജംഗ്ഷൻ അടക്കം നമ്മൾ ആ ബോട്ടിൽ 1ലേക്ക് ഡീക്യാൻറ്റ് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ മേലെയുള്ള അക്വസ് ലെയറിൽ നിന്ന് 4 ml എടുത്തിട്ട് അതും സെയിം പ്രൊസീജിയറിൽ ടൈട്രേറ്റ് ചെയ്ത് അതിലുള്ള മോളിക്കുലാർ അയഡിൻ എത്ര ഉണ്ട്, അയഡിൻ്റെ കോൺസെൻട്രേഷൻ എത്ര ഉണ്ട് എന്നുള്ളത് ടൈട്രേറ്റ് ചെയ്ത് കണ്ടെത്തുക. അപ്പം ശ്രദ്ധിക്കുക, ഓർഗാനിക് ലെയർ 2 ml ആണ് എടുക്കുന്നത്, പക്ഷേ അക്വസ് ലെയർ 4 ml എടുത്തത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു അക്വസ് ലെയറിൽ അയഡിൻ്റെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്, അതുകൊണ്ടാണ് നമ്മളത് 4 ml എടുക്കാൻ കാരണം. ഇനി നമ്മളെ എക്സ്പെരിമെൻ്റൽ പാർട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. KD എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് C ഓർഗാനിക് ഡിവൈഡഡ് ബൈ C അക്വസ് ആണ്. മോളിക്കുലാർ അയഡിൻ ഇൻ ഓർഗാനിക് ലെയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്കുലാർ അയഡിൻ ഇൻ അക്വസ് ലെയർ. അതിൽ ഉള്ളൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അക്വസ് ലെയറിലേക്ക് പോകുന്ന അയഡിൻ മുഴുവൻ മോളിക്കുലാർ അയഡിൻ ആയിട്ട് നിൽക്കില്ല എന്നുള്ളതാണ്. അക്വസ് ലെയറിലേക്ക് അയഡിൻ വരും, അതിൽ കുറച്ച് അയഡിൻ ആരായിട്ട് റിയാക്ട് ചെയ്യും, KI ആയിട്ട് റിയാക്ട് ചെയ്ത് KI3 ആയിട്ട് മാറും. അപ്പം ഓർഗാനിക് ലെയറിലേക്ക് വരുന്നത് ഫുൾ മോളിക്കുലാർ അയഡിൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓർഗാനിക് ലെയർ നമ്മൾ 2 ml എടുത്തിട്ട് ടൈട്രേറ്റ് ചെയ്തില്ലേ, ആ ടൈറ്റർ വാല്യൂ നിന്ന് നമുക്ക് എന്ത് കിട്ടും, കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ ഇൻ ഓർഗാനിക് ലെയർ കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ ഓർഗാനിക് ലെയർ കിട്ടും. അപ്പോൾ നമുക്ക് അക്വസ് ലെയറിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും, ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ ഈ അക്വസ് ലെയർ എന്ന് പറയുന്നത് ഓർഗാനിക് ലെയറിലുള്ള അയഡിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ KD കൊടുത്താൽ മതി. KD നമ്മൾ പറഞ്ഞു 82 ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് അക്വസ് ലെയറിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ, അക്വസ് ലെയർ 4 ml എടുത്ത് ടൈട്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അയഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്, അവിടെ ഫ്രീ ആയിട്ടുള്ള അയഡിനും ഉണ്ട്, KI ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള അയഡിനും ഉണ്ട്. അപ്പോൾ ഇവിടെ അയഡിൻ ഫ്രീ പ്ലസ് KI3 ഇത് രണ്ടും കൂടിയാണ് നമുക്ക് ടൈട്രേറ്റ് ചെയ്താൽ കിട്ടുക. അപ്പോൾ ടൈട്രേറ്റ് ചെയ്താൽ കിട്ടുക ഫ്രീ മോളിക്കുലാർ അയഡിനും KI3ൻ്റെയും കോൺസെൻട്രേഷൻ ഒന്നിച്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ടൈട്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് മോളിക്കുലാർ അയഡിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് മോളിക്കുലാർ അയഡിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിയാക്റ്റഡ് ആയിട്ടുള്ള KI അല്ലെങ്കിൽ KI3യുടെ കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ അല്ലേ, KI3യുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റിയാക്റ്റഡ് KIക്ക് ഇക്വലൻ്റ് ആണ് അല്ലേ. KI3യുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റഡ് KIക്ക് ഇക്വലൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ C അക്വസ് നമുക്ക് ടൈട്രേഷൻ വഴി കിട്ടിയ കോൺസെൻട്രേഷൻ ഇൻ അക്വസ് മൈനസ് C ഓർഗാനിക് ബൈ KD. അപ്പോൾ ഈ ഇക്വേഷൻ ഇത് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് 2 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, KI3യുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റിയാക്റ്റഡ് KI ആണ്. റിയാക്റ്റഡ് KI എന്ന് പറഞ്ഞാൽ
2 - 1 ആണ്. 2 എന്ന് പറഞ്ഞാൽ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അക്വസ് ലെയറിലേക്ക് വന്ന അയഡിൻ്റെ കോൺസെൻട്രേഷൻ. അതെന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വലാണ്? ഫ്രീ അയഡിനും KI3 കോൺസെൻട്രേഷനും ഈക്വലാണ്. അതിൽ നിന്ന് ഫ്രീ അയഡിൻ, മോളിക്കുലാർ അയഡിൻ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള റിയാക്റ്റഡ് KI അല്ലെങ്കിൽ KI3 കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അൺറിയാക്റ്റഡ് KI എത്ര ഉണ്ടെന്ന് എങ്ങനെ കിട്ടും? നമ്മളെ KI കോൺസെൻട്രേഷൻ നമുക്ക് നോണാണ്. KI എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബോട്ടിൽ നമ്പർ 1ലും 2ലും നമ്മൾ എന്താണ് 0.1 നോർമൽ KI ആണ് ഒഴിക്കുന്നത്. അപ്പം അത് നോൺ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ആ നോൺ കോൺസെൻട്രേഷനിൽ നിന്ന് എന്ത് കുറക്കാം? നോൺ കോൺസെൻട്രേഷനിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയ ഈ റിയാക്റ്റഡ് KI കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അൺറിയാക്റ്റഡ് ആയിട്ടുള്ള KI കിട്ടും. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. ഈ ഇക്വേഷനെ നമ്മൾ 3 എന്ന് കൊടുത്താൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് -3 പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് റിയാക്റ്റഡ് KI. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് KI 0.1 ആണ്. അപ്പോൾ 0.1 നോർമലിൽ നിന്ന് റിയാക്റ്റഡ് KIയുടെ കോൺസെൻട്രേഷൻ കുറച്ചാൽ നമുക്ക് അൺറിയാക്റ്റഡ് KI കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് KI + I2 gives KI3 എന്ന് പറഞ്ഞ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് KI3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് KI ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് KI3 എന്ന് പറഞ്ഞാൽ റിയാക്റ്റഡ് KI നമ്മൾ നേരത്തെ അത് കണ്ടെത്തി കഴിഞ്ഞു. ഇനി കോൺസെൻട്രേഷൻ ഓഫ് KI എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള അൺറിയാക്റ്റഡ് KIയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള മോളിക്കുലാർ അയഡിൻ, അതും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇത് 3 നമ്മളിവിടെ കണ്ടെത്തിയില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിലേക്ക്. ഇക്വേഷൻ 4 കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് ഈ 3 കോൺസെൻട്രേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ്റെ ഇക്വേഷനായി. ഇങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടെത്തുക. അപ്പോൾ ബോട്ടിൽ നമ്പർ 1ൽ നിന്ന് നമുക്കൊരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കിട്ടും, ബോട്ടിൽ നമ്പർ 2ൽ നിന്ന് നമുക്കൊരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കിട്ടും. ഈ 2 ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ നമ്പർ 3ലും 4ലും ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ നമ്മൾ വെക്കുന്നത്. 3ൽ നിന്ന് 2 അൺനോൺ കോൺസെൻട്രേഷനും 4ൽ നിന്ന് 2 അൺനോൺ കോൺസെൻട്രേഷനും കിട്ടും. അങ്ങനെ നമുക്ക് 4 അൺനോണിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ബോട്ടിൽസ് വെച്ചാൽ നമുക്ക് 4 റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവും. ഇനി നമ്മൾ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് KI കണ്ടെത്തുകയാണ്. അതിന് നമ്മൾ ബോട്ടിൽ നമ്പർ 3ലും 4ലും എന്താണ് ആഡ് ചെയ്തത്? പിന്നെ നമുക്ക് എക്സാമിനർ തന്നിട്ടുള്ള അൺനോൺ KI ആഡ് ചെയ്തു അക്വസ് മീഡിയ ആയിട്ട്. പിന്നെ ഓർഗാനിക് മീഡിയം എന്ന് പറയുന്നത് അയഡിൻ CCl4 ആഡ് ചെയ്തു. ഈ CCl4ലുള്ള അയഡിൻ CCl4ൽ നിന്ന് KI അക്വസ് KIയിലേക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ്. ഇതാണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ റിയാക്ഷൻ KI + I2 gives KI3. റിയാക്റ്റഡ് KIൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു, അൺറിയാക്റ്റഡ് KIൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷനും കണ്ടു. അതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷനിൽ ഈ ഭാഗം ഇതാണ് നമ്മൾ അൺറിയാക്റ്റഡ് KI. അപ്പോൾ അൺറിയാക്റ്റഡ് KI എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു KD അല്ലേ? അതാണ് ഇവിടെ കൊടുത്തത്. രണ്ടാമത്തെ ഈ ഇക്വേഷൻ കണ്ടോ? അൺറിയാക്റ്റഡ് KI എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള ഭാഗം അത് അതേപോലെ ഉണ്ട്, ഡിവൈഡഡ് ബൈ C ഓർഗാനിക് ബൈ KD. പിന്നെ ഈ Kനെ ഇങ്ങോട്ടാണ് വരിക, ഇത് അൺറിയാക്റ്റഡ് KI അങ്ങോട്ടും പോവുക. അപ്പോൾ അൺറിയാക്റ്റഡ് KI = C അക്വസ് മൈനസ് C ഓർഗാനിക് ബൈ KD ഡിവൈഡഡ് ബൈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K ഇൻറ്റു C ഓർഗാനിക് ബൈ KD. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. ഇനി ഇത് അൺറിയാക്റ്റഡ് KI ആണ്. അൺറിയാക്റ്റഡ് KIയിൽ നിന്ന് റിയാക്റ്റഡ് KI നമുക്കറിയാം, അൺറിയാക്റ്റഡ് KIയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ ടോട്ടൽ KI എന്താവും? റിയാക്റ്റഡ് KI + അൺറിയാക്റ്റഡ് KI. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ അൺറിയാക്റ്റഡ് KI കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഉള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഈ K വാല്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് ബോട്ടിൽ നമ്പർ 1ൽ നിന്ന് ഒരു K1 വാല്യൂ ഉണ്ടാവും, ബോട്ടിൽ നമ്പർ 2ൽ നിന്ന് K2 വാല്യൂ ഉണ്ടാവും. അപ്പോൾ ബോട്ടിൽ നമ്പർ 3യിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ K1 വെച്ചിട്ടും K2 വെച്ചിട്ടും നമുക്ക് 2 റിസൾട്ട് ഉണ്ടാവും. അതേപോലെ ബോട്ടിൽ നമ്പർ 4ലും നമുക്ക് 2 റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ടോട്ടൽ റിസൾട്ട്സ് 4 എണ്ണം ഉണ്ടാവും. ഈ 4ൽ ഏതെങ്കിലും ഒരു റിസൾട്ട് അൺനോൺ ടീച്ചർ തന്നിട്ടുള്ള, നമ്മൾ എക്സാമിനർ തന്നിട്ടുള്ള കോൺസെൻട്രേഷനുമായിട്ട് മാച്ച് ആയാൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഓക്കെയാണ്.
പക്ഷേ ഒന്നും തെറ്റാൻ പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അപ്പം എക്സ്പെരിമെൻ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.